അപ്പോൾ അടുത്തത് നമുക്ക് നോക്കാനുള്ളത് പവർ ഫാക്ടർ ഇൻ എ സീരീസ് RLC സർക്യൂട്ട് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ നമ്പർ 75 നമ്മൾ ഹാഫ് പവർ ഫ്രീക്വൻസിയിലെ ഇംപിഡൻസ് കണ്ടുപിടിച്ചിരുന്നു. ആൻസർ എന്തായിരുന്നു? √2R ആയിരുന്നു. നമ്മളിപ്പോൾ ചെയ്തതാണ്. ഇനി അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പവർ ഫാക്ടർ ഒരു RLC സർക്യൂട്ടിന്റെ അല്ലെങ്കിൽ സീരീസ് RLC സർക്യൂട്ടിന്റെ പവർ ഫാക്ടർ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. ഇതിൽ നമുക്കറിയാം F is equal to FR, അതായത് റെസൊണന്റ് ഫ്രീക്വൻസിയിൽ എന്തായിരുന്നു Imax എന്ന് പറയുന്നത്, അതായത് ഈ പീക്ക് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരുന്നു? ദിസ് പീക്ക് വാല്യൂ വാസ് ഈക്വൽ ടു V/R ആയിരുന്നു. കാരണം ഇംപിഡൻസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? F is equal to FR R ആയിരുന്നു. അങ്ങനെയെങ്കിൽ Imax, that is the maximum value of current, is V/R ആയിരുന്നു. ഓർ എനിക്ക് വേറൊരു രീതി പറയാം, വാട്ട് ഈസ് ദ പവർ അസോസിയേറ്റഡ്, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിൽ F is equal to FR അല്ലെങ്കിൽ ω/R എന്ന് പറയുന്ന റെസൊണന്റ് ഫ്രീക്വൻസിയിലെ പവർ എന്തായിരുന്നു? Pmax ആയിരുന്നു. ദാറ്റ് ഈസ് ദ മാക്സിമം പവർ. ദാറ്റ് ഈസ് ഈക്വൽ ടു Imax സ്ക്വയർ ഇൻറ്റു R ആയിരുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു V²/R ആയിരുന്നു. ആണല്ലോ, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് അറ്റ് F1 അല്ലെങ്കിൽ ω1 ആൻഡ് F2യിലുള്ള പവർ, അല്ലെങ്കിൽ അറ്റ് ഹാഫ് പവർ ഫ്രീക്വൻസി. നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തതിൻ്റെ ഹാഫ് പവർ ഫ്രീക്വൻസി എങ്ങനെയായിരുന്നു? കാരണം അതിൽ നമ്മുടെ റെസൊണന്റ് സമയത്ത് അല്ലെങ്കിൽ അറ്റ് റെസൊണന്റ് ഫ്രീക്വൻസിയിലുള്ള പവറിന്റെ ഹാഫ് ആണെന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? അറ്റ് ഹാഫ് പവർ ഫ്രീക്വൻസീസ് ഓർ കട്ട് ഓഫ് ഫ്രീക്വൻസീസ് F1, F2. ആ സമയത്ത് എന്തായിരുന്നു നമ്മുടെ കറണ്ടിന്റെ ഇക്വേഷൻ? നമ്മൾ പറഞ്ഞു ദാറ്റ് വാസ് ടേക്കൺ ടു ബി Imax/√2 ഓർ 70.7% അല്ലേ? അതായത് 0.707 ടൈംസ് Imax ആയിരുന്നു. or that is equal to Imax/√2 ആണ്. Imax/√2 ആണ്. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് അറ്റ് F1, F2ൽ നമുക്ക് എന്താ കിട്ടുക? അറ്റ് F1, F2ൽ നമ്മുടെ പവറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് Pmax is equal to what? Imax/√2, that is Imax/√2 the whole square into R ആണ്. that is equal to Imax square into R/2 എന്ന് കിട്ടും. ഇനി നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ Imax എന്ന് പറയുന്നത് അല്ലെങ്കിൽ അറ്റ് F1, F2ൽ I എന്ന് പറയുന്നത് സർക്യൂട്ടിലെ കറണ്ട് എന്ന് പറയുന്നത് is equal to Imax/√2. നമുക്കറിയാം Imax എന്ന് പറയുന്നത് V/R ആണ്. സോ വാട്ട് ഈസ് Imax is equal to V/R, or അവിടെ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? അറ്റ് F1, F2 what is I is equal to Imax/√2 or V/R. Imax/√2 ആണ്. ഓർ ഇതിൽ നമുക്ക് വേറൊരു കാര്യം കൂടി മനസ്സിലാക്കും. ഇവിടെ നമുക്കറിയാം എപ്പോഴാണെങ്കിലും I is equal to V/mod Z ആണ്. ഓർ at F1, F2 is equal to R into √2 നമുക്ക് കിട്ടും. നമുക്ക് എഗെയിൻ അറിയാം, നമുക്കൊരു സീരീസ് RLC സർക്യൂട്ടിലെ വാട്ട് ഇസ് Z അല്ലെങ്കിൽ വാട്ട് ഇസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് Z is equal to R² പ്ലസ് നമ്മൾ നേരത്തെ എഴുതിയതാണ് R² പ്ലസ് XL മൈനസ് XC the whole square ആണ് അല്ലേ? ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു √R² പ്ലസ് X². അതിന്റെ വാല്യൂ എത്രയെന്ന് കിട്ടി? ദാറ്റ് ഈസ് ഈക്വൽ ടു R into √2 എന്ന് കിട്ടി. ഇത് R into √2 എന്ന് കിട്ടണമെങ്കിൽ ദാറ്റ് മീൻസ് ദാറ്റ് R is equal to X. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു പോയിന്റ് ആണ്. ഇതിൽ നിന്നാണ് നമ്മൾ ബാക്കി കുറച്ച് ഡെറിവേഷൻസ് ചെയ്യാൻ പോകുന്നത്. R equal to X ഓർ അറ്റ് നമുക്ക് വേറെ രീതി പറയാം അറ്റ് F is equal to F1, F2 അതായത് ഹാഫ് പവർ ഫ്രീക്വൻസീസിൽ R is equal to X. R is equal to X ആണ്. അങ്ങനെയെങ്കിൽ നമ്മൾ വേറൊരു കാര്യം കൂടെ നേരത്തെ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഇസ് ഫൈ? ഒരു സർക്യൂട്ടിന്റെ ഫൈ, നമ്മൾ RLC സർക്യൂട്ടിന്റെ ഫൈ എന്ന് പറയുന്നത് is equal to tan inverse of XL minus XC/R ആയിരുന്നു. or that is equal to tan inverse of XL minus XC or that is equal to X/R ആയിരുന്നു. or that is equal to tan inverse of, ഇവിടെ X എന്താണ്? X equal to R ആണ്, tan inverse of 1 ആണ്. or phi is equal to tan inverse of 1 is equal to 45 degree ആണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും പോയിന്റ് വരെ കിട്ടി നമുക്ക്. അറ്റ് F1, F2 അല്ലെങ്കിൽ ഹാഫ് പവർ ഫ്രീക്വൻസീസിൽ എന്ത് കിട്ടി? mod Z equal to R√2. അത് നമ്മൾ നേരത്തെ തന്നെ ചെയ്തതാണ്. അതിൽ നേരത്തെ ക്വസ്റ്റ്യൻ നമ്പർ 75 നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്തത്. നമ്മൾ ആ ഡിറൈവ് ചെയ്തു R√2 ആണ്. അതേപോലെ തന്നെ നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടും? R equal to X. എപ്പോൾ? അറ്റ് F1, F2 ഡയറക്ട്ലി ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത് എന്താണ്? പവർ ഫാക്ടർ ആണ്. നമുക്കിവിടെ phi is equal to 45 എന്ന് കിട്ടി. നമ്മുടെ ഇത് അവിടെ കഴിഞ്ഞിട്ടില്ല. ഇനി ഇതേ ഇതിൽ എനിക്ക് വേണമെങ്കിൽ R equal to X എന്ന് ഞാൻ കണ്ടുപിടിച്ചു അല്ലേ? സോ phi is equal to tan inverse of 1 or phi is equal to 45 എന്ന് ഞാൻ പറഞ്ഞു. ഇനി
ഇതേ ഇതിൽ തന്നെ എനിക്ക് എന്ത് പറയാം, ഇവിടെ at phi is equal to 45 എന്ന് ഞാൻ പറഞ്ഞു. Phi is equal to 45 degree. So here what is phi? Phi is equal to angle, that is I is equal to V by Z ആണ്. V by mod Z എന്ന് വേണമെങ്കിൽ പറയാം, ആംഗിൾ phi എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. Here it is equal to I എന്ന് പറയുന്നത് ഞാൻ തൽക്കാലം at F1 എടുക്കുകയാണ്. At F is equal to lower cut off frequency F1 എടുക്കുമ്പോൾ what is the value of I here? I എന്ന് പറയുന്നത് it is equal to V by Z, that is mod Z, angle phi 1 ആണ്. നമുക്കറിയാം at F is equal to F1 at F is equal to F1, F is equal to F1 എന്ന് പറയുന്നത് എവിടെയാണ്? F is equal to F1 എന്ന് പറയുന്നത് ലെസ് ദാൻ റെസൊണന്റ് ഫ്രീക്വൻസി ആണ്, ഇങ്ങോട്ടാണ്. സർക്യൂട്ട് എന്താണ്? കപ്പാസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് X എന്ന് പറയുന്നത്? ഇറ്റ് is equal to XC മൈനസ് XL ആണ്. കാരണം ഇവിടെ XC is greater than XL ആണ് അല്ലേ? XC greater than XL ആണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും tan inverse of XL minus XC എന്ന് പറയുന്നത് എന്തായിരിക്കും? For F is equal to F1, that is F less than FR ആയിരിക്കുമ്പോൾ what is the value of phi? Phi is equal to tan inverse of XL minus XC where XC is greater than XL. അതുകൊണ്ട് തന്നെ എന്ത് വരും? tan inverse of ഒരു നെഗറ്റീവ് വാല്യൂ വരും. So that is equal to, നമുക്ക് അതിന്റെ വാല്യൂ എന്താണെന്ന് അറിയാം. It is equal to ഇവിടെ എന്ത് വരും? -1 എന്ന് വരും. Or this is negative, or this is equal to എന്ത് വരും? tan inverse of -45 degree. So phi is equal to -45 degree എന്ന് വരും. അത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? is equal to -45 degree എന്ന് വരും. Or what is I here? I is equal to V by mod Z angle 45 degree. Very very important. അതായത് കറണ്ടിന്റെ ഫേസ് ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? ആംഗിൾ 45 degree. When V is equal to we have taken it as reference, V angle 0 ആകുമ്പോൾ V by mod Z equal to 45 degree. ഇനി ഇതിന്റെ മീനിങ് എന്താണ്? current leads the voltage by 45 degree. അതായത് at half power frequency F1 or lower cut off frequency F is equal to F1 ല് current എന്താണ്? current is leading. നമുക്ക് ഓൾറെഡി അറിയാം എന്താണ്, നമ്മൾ നേരത്തെ ഇതിൽ തന്നെ പറഞ്ഞിരുന്നു എന്താണ്? for F less than omega FR, അല്ലെങ്കിൽ ഇത് FR ആണ്. for frequency is less than resonant frequency, circuit is കപ്പാസിറ്റീവ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? കപ്പാസിറ്റീവ് ആണ്. അതേപോലെ തന്നെ കറണ്ട് ലീഡ് ചെയ്ത് വന്നു, നമുക്ക് അതിന്റെ ആൻസർ കിട്ടി. ദാറ്റ് ഈസ്, അപ്പോൾ ഇവിടുത്തെ പവർ ഫാക്ടർ എത്രയാണ്? പവർ ഫാക്ടർ ഇസ് നത്തിങ് ബട്ട് cos 45 degree. cos 45 degree എത്രയാണ്? cos 45 is equal to 1/√2, that is equal to 0.707 ലീഡിംഗ് ആണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്കിവിടെ ഫൈ നെഗറ്റിവിറ്റി അത് ഓർത്തിരിക്കുക. നമ്മൾ നേരത്തെ ഒരു കാര്യം പഠിച്ചതാണ് കറണ്ടിന്റെ ടേംസിൽ. നമുക്ക് അത് ഈ കറണ്ടിന്റെ ആരാന്ന് പറഞ്ഞ കറണ്ട് എങ്ങനെയായിരുന്നു? കറണ്ട് വാസ് ലീഡിങ്. അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു? അത് ഇൻഡക്റ്റീവ് ആയിരുന്നു. ദിസ് വാസ് കപ്പാസിറ്റീവ്, ദിസ് വാസ് ഇൻഡക്റ്റീവ് അല്ലേ? നമ്മൾ നേരത്തെ നോക്കിയതാണ്, വീണ്ടും പറയുന്നില്ല. ഓക്കെ, ഇത് ഇത്രയും കിട്ടിയല്ലോ. അതേപോലെ തന്നെ ഇവിടുത്തെ കേസിൽ when phi is equal to when F is equal to F2, അതായത് where F2 is greater than FR, റെസൊണന്റ് ഫ്രീക്വൻസിയേക്കാൾ കൂടുതൽ ഉള്ള ഒരു ഫ്രീക്വൻസി, അതായത് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസിയിൽ എന്തായിരുന്നു നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത്? phi is equal to അവിടെയും tan inverse of XL minus XC by R തന്നെയാണ്. പക്ഷെ നമുക്കറിയാം for F greater than FR സർക്യൂട്ട് എന്താണ്? ഇറ്റ് ഇസ് ഇൻഡക്റ്റീവ് ആണ് അല്ലെ? ഇൻഡക്റ്റീവ് ആയതുകൊണ്ട് തന്നെ XL is greater than XC or XL minus XC എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? പോസിറ്റീവ് തന്നെയാണ്. or phi is equal to tan inverse of ഒരു പോസിറ്റീവ് വാല്യൂ. ആ പോസിറ്റീവ് വാല്യൂ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എന്ത് വരും? +x/+1 എന്ന് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു phi is equal to എന്തെന്ന് വരും? phi is equal to 45 degree എന്ന് വരും. or phi is equal to 45 degree എന്ന് വന്നു. ഇത് നമുക്ക് കറണ്ടിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് here phi is equal to 45 degree, or I can write it as tan phi. Tan phi is equal to എന്താണ്? tan phi അല്ല, നമുക്ക് cos phi എടുത്ത് നോക്കാം. cos phi എന്ന് പറയുന്നത് എന്താണ്?
ഇസ് ഈക്വൽ ടു കോസ് 45 ഡിഗ്രി വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/√2. ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ എടുത്തത്? ഇത് ലാഗിങ് ആണോ ലീഡിങ് ആണോ നമ്മൾ ഇപ്പോൾ നോക്കാൻ പോവാണ്. ദാറ്റ് ഇസ് ഹിയർ 5 ഈസ് ഈക്വൽ ടു പ്ലസ് 45 നമുക്ക് കിട്ടിയല്ലേ. ഇനി നമുക്ക് കറണ്ടിൻ്റെ ഇക്വേഷൻ എന്താണ്? കറണ്ട് ഇസ് നത്തിങ് ബട്ട് V ബൈ മോഡ് Z ആംഗിൾ ഫൈ ആണ്. ഇവിടുത്തെ ഫൈ എന്ത് കിട്ടി? നമുക്ക് V ബൈ മോഡ് Z ആംഗിൾ 45 ഡിഗ്രി എന്ന് കിട്ടും. ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു V ബൈ മോഡ് Z ആംഗിൾ മൈനസ് 45 ഡിഗ്രി. ഓർ ഐ എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? പവർ ഫാക്ടർ എന്ന് പറയുന്നത് കോസ് 45 ഡിഗ്രി, ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് മൈനസ് 45 ഡിഗ്രി, ദാറ്റ് ഈസ് 1/√2 ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.707. കറണ്ട് എന്താണ്? മൈനസ് 45 ആണ്. അതായത് വി ആംഗിൾ നമ്മളിവിടെ വി റെഫറൻസ് ഇവിടെ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല. ദാറ്റ് ഇസ് ജസ്റ്റ് ആക്ച്വലി റെഫറൻസ് അല്ലേ. അത് റെഫറൻസ് ആണെങ്കിൽ കറണ്ട് എന്താണ്? ലാഗിങ് ആണ്. ഓർ 0.707 ലാഗിങ് ആണ് എന്ത്? പവർ ഫാക്ടർ. എപ്പോൾ? അറ്റ് എഫ് ഇസ് ഈക്വൽ ടു F2 അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസിയിൽ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ത്? ഒരു പവർ ഫാക്ടറിനെ സീരീസ് RLC സർക്യൂട്ട് നമുക്ക് ഡയറക്റ്റ്ലി അറിയാം. നമ്മുടെ റിസൾട്ട് നമുക്ക് ഒന്നും കൂടി എഴുതാം. ദാറ്റ് ഈസ് അറ്റ് F is equal to FR, what is power factor? Power factor is equal to UPF, അതായത് യൂണിറ്റി പവർ ഫാക്ടർ ആണ്. ഇനി at F is equal to F1, F1 എന്ന് പറയുന്ന ഫ്രീക്വൻസിയിൽ പവർ ഫാക്ടർ എന്താണ്? F1 എന്ന് പറയുന്നത് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി, ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ലോവർ ഹാഫ് പവർ ഫ്രീക്വൻസി. കട്ട് ഓഫ് ഫ്രീക്വൻസി, ലോവർ ഹാഫ് പവർ ഫ്രീക്വൻസിയിൽ എന്താണ്? വാട്ട് ഈസ് ദ പവർ ഫാക്ടർ? പവർ ഫാക്ടർ is equal to cos 45, that is equal to 1/√2, that is equal to 0.707. very important. F1 എന്താണ്? it is leading. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് നിങ്ങൾ കാണാതെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു ക്യാര ഓർത്തിരുന്നാൽ മതി. ഇതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. കപ്പാസിറ്റീവ് ആണ്, ഇൻഡക്റ്റീവ് ആണ്, അതിൻ്റെ എക്സാക്ട് വാല്യൂ ആണ് എന്ത് ഈ പറഞ്ഞിരിക്കുന്നത്, ദിസ് വാല്യൂ. ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു 1/√2, ദാറ്റ് ഇസ് 0.707 ലീഡിംഗ് ആണ്. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത്, സോ അറ്റ് എഫ് ഇസ് ഈക്വൽ ടു F2, ദാറ്റ് ഇസ് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി. അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി, കട്ട് ഓഫ് ഫ്രീക്വൻസിയിൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? പവർ ഫാക്ടർ ഇസ് ഈക്വൽ ടു അഗെയിൻ കോസ് 45 തന്നെയാണ്. പക്ഷേ ഇവിടെ എന്തായിരുന്നു? ദാറ്റ് വാസ് ഈക്വൽ ടു 0.70, ദാറ്റ് വാസ് ഈക്വൽ ടു 0.707 ലാഗിങ് ആയിരുന്നു. കറക്റ്റ് ആണ്. കാരണം എന്താണ്? ഫോർ F2 which is greater than FR, F2 greater than FR ആകുമ്പോൾ XL is greater than XC or it is an inductive circuit. ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണ്. അതുകൊണ്ട് തന്നെ പവർ ഫാക്ടർ എന്താണ്? ലാഗിങ് ആണ്. അത് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതിൽ നിന്ന് ഒരുപാട് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്, ഓക്കെ, നമ്മൾ നേരത്തെ തന്നെ ഇതിന് പറഞ്ഞിരുന്നു അല്ലെ, 5 എന്ന് പറയുന്നത് tan inverse of XL minus XC നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇത് കറണ്ടിൻ്റെയാണ്. നേരത്തെ ഓർത്തിരിക്കുക, വേരിയേഷൻ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് ആസ് വെൽ ആസ് ഫേസ്, അതായത് കറണ്ടിന്റെ ഫേസ് ആണ് എടുത്തിരിക്കുന്നത്. കപ്പാസിറ്റീവ് ലീഡിംഗ് പവർ ഫാക്ടർ, ഇൻഡക്റ്റീവ് ലാഗിംഗ് പവർ ഫാക്ടർ. അത് നമ്മൾ നോക്കിയായിരുന്നു. അതിന്റെ വാല്യൂസ് നമ്മൾ നോക്കിയായിരുന്നു. അത് തന്നെയാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഈ പവർ ഫാക്ടർ എന്നുള്ളത് വളരെ ഓരോ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മളിപ്പോൾ പറഞ്ഞ റിസൾട്ട് ആണ്, ദാറ്റ് ഇസ് അറ്റ് F1 ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി, ദാറ്റ് ഇസ് ω1 അല്ലെങ്കിൽ F1 എന്ന് പറയുന്നത് എന്താണ്? ദ സർക്യൂട്ട് ഇസ് കപ്പാസിറ്റീവ് ആൻഡ് പവർ ഫാക്ടർ ഇസ് cos 45 1/√2 ലീഡിംഗ് ആണ്. അതേപോലെ തന്നെ അറ്റ് F2 ദാറ്റ് ഇസ് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസിയിൽ സർക്യൂട്ട് ഇസ് ഇൻഡക്റ്റീവ് ആൻഡ് ദ പവർ ഫാക്ടർ ഇസ് cos of -45, ദാറ്റ് ഇസ് 1/√2 ലാഗിംഗ് ആണ്. അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഇറ്റ് ഇസ് ഇൻഡക്റ്റീവ് സർക്യൂട്ട്. ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസിയിൽ എന്താണ്? അതായത് ലെസ് ദാൻ റെസൊണന്റ് ഫ്രീക്വൻസിയിൽ എന്താണ്? ദ സർക്യൂട്ട് ഇസ് കപ്പാസിറ്റീവ് ഓർ ഇറ്റ് ഹാസ് എ ലീഡിംഗ് പവർ ഫാക്ടർ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത്, നമ്മൾ നേരത്തെ നോക്കിയതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 76. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെയാണ്. ഒറ്റ സെക്കൻഡ്. അതായത് ഇതിൽ നിന്ന് നമ്മൾ ക്വസ്റ്റ്യൻ 45 നമ്മൾ നോക്കിയായിരുന്നു. ദാറ്റ് ഇസ് ഫോർ സീരീസ് റെസിസ്റ്റൻസ് സർക്യൂട്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ആ ഡെറിവേഷൻ തുടങ്ങിയത് അല്ലേ. സോ ആൻസർ വാസ് √2R. ഇനി നെക്സ്റ്റ് വിൽ സ്റ്റാർട്ട് വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ 76. ക്വസ്റ്റ്യൻ നമ്പർ 76 എന്തായിരുന്നു? ഇൻ എ സീരീസ് RLC സർക്യൂട്ട്, ഇവർക്ക് ഗേറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ സീരീസ് RLC സർക്യൂട്ട്, the resonant frequency, that is FR, is equal to 1 kilohertz. Okay, Q is equal to 100. If R, L and C is double from its original value, what is the Q? നമുക്കറിയാം ഇതിലെ FR ന്റെ വാല്യൂ ഒന്നും വേണ്ട. What is Q? ഇക്വേഷൻ ഓഫ് Q is equal to 1 നമുക്ക് Qയുടെ ഒരുപാട് ഇക്വേഷൻസ് പഠിച്ചു അല്ലേ. Qന്റെ ഒരുപാട് ഇക്വേഷൻസ് പഠിച്ചു. അതിൽ നമുക്ക് ω_r × L, എല്ലാ ഇക്വേഷൻസും ഞാനൊന്ന് എഴുതാം. ω_r × L, ω_r L/R is equal to 1/ω_r resonant frequency into R. ഇതൊക്കെ നമ്മൾ പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചു, 1/r √L/C. ഇവിടെ ആറും എല്ലും സിയും മാത്രം അറിഞ്ഞാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? Q
ക്യൂവിന്റെ വാല്യൂ കിട്ടും. ഇനി ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇൻ എ സീരീസ് RLC സർക്യൂട്ട് ഹാവിംഗ് എ റെസൊണൻസ് ഫ്രീക്വൻസി ഓഫ് 1 kHz. നേരത്തെ തന്നെ ഞാൻ റെസൊണൻസ് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ചില ഈ റെസൊണൻസിന്റെ ക്വസ്റ്റ്യൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? ചിലപ്പോൾ നമുക്ക് തോന്നും ഒരു വാല്യൂസും തന്നിട്ടില്ല, ആൻസർ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന്. പക്ഷേ നമുക്ക് എല്ലാ ഇക്വേഷൻസും, അതായത് ഈ ഒരു ഇക്വേഷൻ മാത്രം അറിയാണെങ്കിൽ ചിലപ്പോൾ ഒരു ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. പക്ഷേ നമുക്ക് നമ്മൾ ആ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇക്വേഷൻസ് നോക്കി, ആ ഇക്വേഷൻസിൽ തന്നെ ഒരു ഇക്വേഷൻ നമ്മൾ പറഞ്ഞത് എന്താണ്? 1/r × L/c. ഈ ഇക്വേഷൻ മാത്രം മതി എന്ത് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ഈച്ച് ഓഫ് R, L and C is doubled, അതായത് Q ഡാഷ് ആണ് ചോദിച്ചിരിക്കുന്നത്, by 2R √L into 2 and C into 2 രണ്ടുതായി ക്യാൻസൽ ചെയ്ത് പോയി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, സോ Q ഡാഷ് എന്ത് വരും? ഇവിടെ നമുക്ക് കിട്ടും Q ഡാഷ് ഈസ് ഈക്വൽ ടു 1/2 ടൈംസ് Q ആണ്. അപ്പോൾ Q ഇനിഷ്യലി എന്താണ് പറഞ്ഞിരിക്കുന്നത്? Q 100 ആണ്. അപ്പോൾ Q ഡാഷ് എത്രയാണ്? ഇതെല്ലാം ഡബിൾ ചെയ്തിരിക്കുകയാണ് ഫ്രം ഇറ്റ്സ് ഒറിജിൻ വാല്യൂ. ദെൻ ദ ന്യൂ വാല്യൂ ഓഫ് Q ഇസ് എന്താണ്? 1/2 Q ആണ്, ഹാഫ് ഓഫ് Q ആണ്. ആൻസർ ഇസ് 3. ഈ ഇക്വേഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നേരത്തെ നോക്കിയതാണ്, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഗേറ്റിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്, സിമ്പിൾ ക്വസ്റ്റൻ ആണ്, എക്സാമിന് ചോദിക്കാം നമുക്ക്. ഇനി ക്വസ്റ്റൻ നമ്പർ 77, എഗെയിൻ ക്വാണ്ടിറ്റേറ്റീവ് ലെങ്തി ക്വസ്റ്റൻ ആണ് തോന്നുന്നു. എഗെയിൻ ഗേറ്റിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? സീരീസ് RLC സർക്യൂട്ട് ഇസ് സപ്ലൈഡ് ഫ്രം എ സിനുസോയ്ഡൽ വോൾട്ടേജ് സോഴ്സ്. ഒരു സിനുസോയ്ഡൽ വോൾട്ടേജ് സോഴ്സ് V എത്രയാണ് തന്നിരിക്കുന്നത്? അറ്റ് എ സോഴ്സ് വോൾട്ടേജ് 125 വോൾട്ട്. വേണമെങ്കിൽ ഞാനൊരു സർക്യൂട്ട് വരയ്ക്കാം. ഇവിടെ ഒരു സീരീസ് R, L and C സർക്യൂട്ടാണ്. ഒരു സീരീസ് RLC സർക്യൂട്ട് R, L and C. It is given to be excited with a sinusoidal voltage of 125 volt. റെസൊണന്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് FR is equal to 220 Hz ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ ഇറ്റ് ഇസ് VC is equal to 415. ഒരുപാട് വാല്യൂസ് ഇത് തന്നിട്ടുണ്ട്. നമുക്ക് ഈ വാല്യൂസ് ഒക്കെ വേണോ വേണ്ടോ നമുക്ക് നോക്കാം. If the resistance of the circuit is 1 ohm, R തന്നിട്ടുണ്ട്, that is equal to 1 ohm എന്ന് തന്നിട്ടുണ്ട്. Then the selectivity of the circuit is, നമ്മൾ സെലക്ടിവിറ്റിയെ കുറിച്ച് പഠിച്ചിരുന്നു. എന്തായിരുന്നു സെലക്ടിവിറ്റി? സെലക്ടിവിറ്റി is nothing but Q factor, quality factor അല്ലേ? അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഒരുപാട് വാല്യൂസ് തന്നിട്ടുണ്ട് അല്ലേ? ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ട്, ഇത് ഈ ആറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, ഇത് ഫ്രീക്വൻസി, റെസൊണന്റ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. നമ്മൾ കുറേ ഇക്വേഷൻസ് പഠിച്ചു. അതിൽ തന്നെ നമ്മൾ Q ഫാക്ടറിൻ്റെ തന്നെ മൾട്ടിപ്പിൾ ഇക്വേഷൻസ് പഠിച്ചു. നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഡയറക്റ്റ്ലി ഒരു ആൻസർ കിട്ടും. വാട്ട് ഇസ് Q? Q നമുക്കറിയാം, ഇറ്റ് ഇസ് ഈക്വൽ ടു VL/V ഓർ ഇസ് ഈക്വൽ ടു VC/V എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? VC/V എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഈ VC/V എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഇസ് ഈക്വൽ ടു, ഇവിടെ Q ഫാക്ടർ നമുക്ക് VC തന്നിട്ടുണ്ട്. VC ഇസ് ഈക്വൽ ടു 4150. V എന്താണ്? V എന്ന് പറയുന്നത് സപ്ലൈ വോൾട്ടേജ് ആണ്. അത് ആയിട്ട് റെസൊണൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ആയിട്ട് റെസൊണൻസിന് നമുക്കറിയാം വാട്ട് ഇസ് V? V is directly V is equal to I into R. I into R എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 125 വോൾട്ട് തന്നെയാണ്. സോ 125 വോൾട്ട് ഇത് തന്നെയാണ് എന്ത് ചോദിച്ചിരിക്കുന്നത്. ബാക്കി ഈ തന്നിരിക്കുന്ന FRന്റെ ആവശ്യമില്ല, നമുക്ക് Rന്റെ ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ്ലി തന്നെ ആൻസർ കിട്ടും. ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ ഇസ് 33.2. ആൻസർ ഇസ് A. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ആ ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി തന്നെ എന്ത് കിട്ടും? ഈ പറയുന്ന പോലെ VC/V എന്ന് പറയുന്ന ഇക്വേഷൻ അറിഞ്ഞാൽ മതി. അല്ലാതെ നിങ്ങൾ ωL/R നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്ത് ഒമേഗ വെച്ചിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് ωL/R ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ്ലി യു വിൽ ഗെറ്റ്. കാരണം എന്താണ്? Q ഫാക്ടർ ഇസ് നത്തിങ് ബട്ട് വോൾട്ടേജ് മാഗ്നിഫിക്കേഷൻ ഫാക്ടർ. വോൾട്ടേജ് മാഗ്നിഫിക്കേഷൻ ഫാക്ടർ ആയിരുന്നു അല്ലെ? വോൾട്ടേജ് മാഗ്നിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞു. അത് തന്നെയാണ് എന്ത്? ഫ്രീക്വൻസി സെലക്ടിവിറ്റി എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? നമ്മൾ ആ ഫ്രീക്വൻസി കർവ് വെച്ചിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് ഇത്രയും ഇതിന്റെ വാല്യൂസ് ഒന്നും വേണ്ട, ഡയറക്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം? ഒറ്റ സ്റ്റെപ്പ് മതി. VC/V പ്രൊവൈഡഡ് യു നോ ദിസ് കോൺസെപ്റ്റ്. ഈ ഒരു VC/V അല്ലെങ്കിൽ വോൾട്ടേജ് മാഗ്നിഫിക്കേഷൻ ആണെന്ന് അറിയാമെങ്കിൽ നമുക്ക് ഡയറക്ട്ലി തന്നെ എന്ത് കിട്ടും? ആൻസർ കിട്ടും. നെക്സ്റ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 78. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 78 ആണ്. ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ESന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ സീരീസ് RLC സർക്യൂട്ട് അറ്റ് റെസൊണൻസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വോൾട്ടേജ് ഡെവലപ്ഡ് അക്രോസ് ദി കപ്പാസിറ്റർ ദാറ്റ് ഈസ് VC ആണ് ചോദിച്ചിരിക്കുന്നത്. VC അക്രോസ് കപ്പാസിറ്റർ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. സീരീസ് RLC സർക്യൂട്ട് എന്താണ്? ഇറ്റ് ഇസ് എ വോൾട്ടേജ് മാഗ്നിഫിക്കേഷൻ സർക്യൂട്ട്. അവിടെ ഒരു Q ഫാക്ടർ ഉണ്ട്. വാട്ട് ഈസ് Q ഫാക്ടർ? നമ്മൾ തൊട്ടുമുമ്പത്തെ ക്വസ്റ്റ്യൻ ചെയ്തോളൂ. Q ഫാക്ടർ ഇസ് നത്തിങ് ബട്ട് VC/V എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അവിടെ Q is greater than 1 അല്ലെങ്കിൽ വെരി മച്ച് greater than 1 there is a magnification of voltage occurring. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ എന്താണ്? the magnitude of voltage developed across capacitor നോക്കാം is always 0 അല്ല. ഒരു സീരീസ് RLC സർക്യൂട്ടിൽ magnitude of voltage across capacitor 0 ആണോ? ഒരിക്കലും അല്ല. it is equal and opposite to VL അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ?
it can never be greater than input voltage. അതും തെറ്റാണ്. കാരണം എന്താ, അവിടെ ഒരു വോൾട്ടേജ് മാഗ്നിഫിക്കേഷൻ നടക്കുന്നുണ്ട്. VC is greater than V. അതുകൊണ്ടാണ് അവിടെ ഒരു Q ഫാക്ടർ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അവിടെ ഒരു വോൾട്ടേജ് മാഗ്നിഫിക്കേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഓപ്ഷൻ സി, ഇറ്റ് ക്യാൻ ബി ഗ്രേറ്റർ ദാൻ ഇൻപുട്ട് വോൾട്ടേജ്, കറക്റ്റ് ആണ്. ബട്ട് ഇറ്റ് ഈസ് ഇൻ ഫേസ് വിത്ത് ദി ഇൻപുട്ട് വോൾട്ടേജ്. ഇത് കറക്റ്റ് ആണോ? ബിക്കോസ് ഈസ് ഇറ്റ് ഇൻ ഫേസ് വിത്ത് ഇൻപുട്ട് വോൾട്ടേജ്? അല്ല, ഇൻപുട്ട് വോൾട്ടേജിന് ഇൻ ഫേസ് അല്ല. കാരണം കപ്പാസിറ്റർ നമ്മൾ നേരത്തെ എന്തായിരുന്നു, വോൾട്ടേജിന്റെ സീരീസ് ഇത് നോക്കിയായിരുന്നു. ദാറ്റ് ഈസ് നമ്മൾ വോൾട്ടേജിൻ്റെ വോൾട്ടേജ് ക്യാര നമ്മൾ നോക്കിയായിരുന്നു. അതായത് വി, ദിസ് വാസ് വി ആർ ആൻഡ് ദിസ് വാസ് ഐ. ഇഫ് ദിസ് was I, what was this? This was VC and this was VL. നമുക്ക് VL എന്ന് വയ്ക്കാം. or this was equal to VC minus VL ആയിരുന്നു. ഇതിൻ്റെ ആയിരുന്നു റിസൾട്ടൻ്റ് അല്ലേ? ഇതിൻ്റെ റിസൾട്ടൻ്റ് ആണ് നമ്മൾ എഴുതുന്നത്. സോ ഡെഫിനറ്റ്ലി നമുക്കറിയാം, ഇപ്പോൾ VC മാത്രം എടുക്കുകയാണെങ്കിൽ എന്തായിരുന്നു, 90 ഡിഗ്രി ആയിരുന്നു വിത്ത് റെസ്പെക്ട് ടു I. So what I can write is, it can be greater than the input voltage, but it is 90 degree out of phase with the input voltage. ഇതാണ് കറക്റ്റ്. ഇറ്റ് വാസ് 90 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ്. നമ്മൾ വോൾട്ടേജ് സീരീസിൽ നമ്മൾ നോക്കിയായിരുന്നു അല്ലെ, വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ, കപ്പാസിറ്റർ ആസ് വെൽ ആസ് റെസിസ്റ്റൻസ്, അതിൻ്റെ ഫേസസ് നമ്മൾ നോക്കിയായിരുന്നു. അവരുടെ കറണ്ടിൻ്റെ ഫേസസ് നമ്മൾ നോക്കിയായിരുന്നു. സോ ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി ഗ്രേറ്റർ ദാൻ ഇൻപുട്ട് വോൾട്ടേജ്, ബിക്കോസ് ക്യൂ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്, VC, ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ V, ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 1. VC is greater than 1, that is, it can be greater than input voltage, but it is 90 degree out of phase. 90 degree out of phase ആണ് അല്ലേ, 90 degree out of phase with respect to input voltage. കാരണം ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഇത് തന്നെയാണ്, VR തന്നെയാണ് എന്ത് ഇൻപുട്ട് വോൾട്ടേജ് വരുന്നത് അറ്റ് റെസണൻസ്. കാരണം ഇവിടെ അറ്റ് റെസണൻസ് എന്നുള്ള കണ്ടീഷനാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഓൾറെഡി ഇത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്, തിയററ്റിക്കൽ ക്വസ്റ്റൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 79. അഗൈൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഇക്വേഷൻസ് എന്താണ്, Q factor is equal to FR by bandwidth ആണ്. Q factor is equal to FR by bandwidth. അപ്പോൾ FR by bandwidth എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാൻഡ്വിഡ്ത്തും വേണം, ക്യൂവും വേണം. നമുക്കിവിടെ എന്തൊക്കെയുണ്ട്, ക്യൂയുടെ വേറൊരു ഇക്വേഷൻ നമുക്കറിയാം, ഒമേഗ എൽ ഇൻറ്റു ഒമേഗ ആർ എൽ ബൈ ആർ ആണ്, ഓർ ഒമേഗ L by R ആണ്. ഇതിൽ നിന്ന് നമുക്ക് എന്തറിയാം, 1/R ഇൻറ്റു റൂട്ട് ഓഫ് L by C ആണ്. നമുക്ക് ഇതിന് ഡയറക്റ്റ്ലി ക്യൂ കണ്ടുപിടിക്കാം. വാട്ട് ഈസ് ക്യൂ? 1/40 ഇൻറ്റു റൂട്ട് ഓഫ് L എത്രയാണ്, 2 ആണ്, ബൈ 0.5 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 by, that is equal to 20/5, that is equal to 4, 2/40. So that is equal to 1/20 ആണ്. So what is Q factor? Q factor എന്ന് പറയുന്നത് 1/20 ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ, 1/20. So that is nothing but 0.05. Q factor എന്താണ്? It is a magnification factor. It doesn't have any unit, dimensionless ആണ്. So ഇതാണ് ആൻസർ. ഡയറക്റ്റ്ലി തന്നെ നമുക്ക് എന്ത് കിട്ടും, ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് കിട്ടും. ബട്ട് വിൽ ഫൈൻഡ് ബാൻഡ്വിഡ്ത്ത് ഓൾസോ. ഇവിടെ നമുക്കറിയാം ഇവിടുത്തെ ബാൻഡ്വിഡ്ത്ത് എത്രയാണ്, നമുക്ക് ബാൻഡ്വിഡ്ത്ത് കണ്ടുപിടിക്കണമെന്നുള്ള ഇക്വേഷൻ എന്താണ്, നമുക്ക് രണ്ട് ഇക്വേഷൻസ് അറിയാം. ബാൻഡ്വിഡ്ത്തിന് രണ്ടിൽ കൂടി ഇക്വേഷൻസ് അറിയാം. ബാൻഡ്വിഡ്ത്ത് ഇസ് ഈക്വൽ ടു FR by Q എന്ന് വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. വേർ FR എന്ന് പറയുന്നത് എന്താണ്, FR ഇസ് ഈക്വൽ ടു 1/2π റൂട്ട് LC. അത് വേണമെങ്കിൽ എടുക്കാം. ഓർ വാട്ട് ഐ ക്യാൻ, ഇവിടെ നമുക്ക് എന്ത് മതി, FRന് പകരം ഇവിടെ ഒമേഗ ആർ മതി. കാരണം ഒരു തന്നിരിക്കുന്നത് എന്താണ്, റേഡിയൻസ് പെർ സെക്കൻഡിലാണ്. ഒമേഗ ആർ ബൈ ക്യൂ എടുത്താൽ മതി. സോ വാട്ട് ഈസ് ബാൻഡ്വിഡ്ത്ത്? ബാൻഡ്വിഡ്ത്ത് ഇസ് ഈക്വൽ ടു ഒമേഗ ആർ ബൈ, ബാൻഡ്വിഡ്ത്ത് ഇസ് നത്തിങ് ബട്ട് ഒമേഗ ആർ ബൈ ക്യൂ. വാട്ട് ഈസ് ഒമേഗ ആർ? ഒമേഗ ആറിന് വരെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചിരുന്നു, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/√LC ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/√of L എത്രയാണ്, 2 × 0.5 ആണ്. So that is equal to 2 × 0.5 is 1, that is equal to 1 എന്ന് കിട്ടും. So omega r is nothing but 1 by q എത്ര കിട്ടി നമുക്ക്, by 20 എന്ന് കിട്ടി. Sorry, that is equal to 1/20 എന്ന് കിട്ടും. So 1/20. So it is nothing but 20. omega r ന്റെ ടേംസ് ആണ് നമ്മൾ പഠിച്ചത്. ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്, it is equal to omega2 minus omega1. അങ്ങനെയാണ് omega2 minus omega1 നമ്മൾ in terms of omega ആണ് കണ്ടുപിടിക്കുന്നത്, it is nothing but radians per second. or F2 minus F1 ആണെങ്കിൽ it is in hertz. ഇത് റേഡിയൻസ് പെർ സെക്കൻഡിലാണ്, റേഡിയൻസ് പെർ സെക്കൻഡ്. നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് എന്താണ്, റേഡിയൻസ് പെർ സെക്കൻഡിലാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 20 റേഡിയൻസ് പെർ സെക്കൻഡ്. സോ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ ഇസ് ബി ആണ് ആൻസർ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ ഇസ് ബി, 20 റേഡിയൻസ് പെർ സെക്കൻഡ് ആൻഡ് 0.05.
ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 80 ആണ്. ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് തന്നിരിക്കുന്നത്? ഹിയർ ഗിവൻ ദാറ്റ് മാഗ്നിറ്റ്യൂഡ് ഓഫ് VL മാഗ്നിറ്റ്യൂഡ് ഓഫ് VC ഇസ് ട്വൈസ് ദാറ്റ് ഓഫ് എന്താണ് VR ആണ് അല്ലെങ്കിൽ VS ആണ്. ഓർ വി ക്യാൻ ഇൻഡയറക്ട്ലി അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? Q ഫാക്ടർ ആണ് അവർ തന്നിരിക്കുന്നത്. എന്താണ്? VL by V is equal to VC by നമുക്ക് ഏതെങ്കിലും ഒരു വാല്യൂ മതി by V is equal to 2 എന്നാണ് തന്നിരിക്കുന്നത്. 2 times V, 2 വോൾട്ട് എന്നല്ല 2 times V എന്നാണ്. അപ്പോൾ നമുക്ക് Q ഡയറക്റ്റ് അവർ തന്നിട്ടുണ്ട് അല്ലേ? കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇൻഡക്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ Q ഫാക്ടർ? Q ഫാക്ടർ ഇസ് ഈക്വൽ ടു ഒമേഗ ആർ ഇൻറ്റു എൽ ബൈ ആർ എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ ഒമേഗ ആർ തന്നിട്ടില്ല, പക്ഷേ FR തന്നിട്ടുണ്ട്. FR എത്രയാണ് തന്നിരിക്കുന്നത്? ഗിവൻ ദാറ്റ് FR ഇസ് ഈക്വൽ ടു 50 ഹെർട്സ്. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ഒമേഗ ആർ? ഒമേഗ ഇസ് ഈക്വൽ ടു 2π ഇൻറ്റു 50. 2π ഇൻറ്റു 50 ദാറ്റ് ഈസ് ഈക്വൽ ടു 314 എന്ന് കിട്ടും. സോ ഒമേഗ ആർ കിട്ടി. Q ഫാക്ടർ അറിയാം. R തന്നിട്ടുണ്ട്. R എത്രയാണ്? 5 ohms ആണ്. 8 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ വാട്ട് ഈസ് L? L ഇസ് ഈക്വൽ ടു Q ഇൻറ്റു R ബൈ ഒമേഗ ആർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു R എത്രയാണ്? 5 ആണ്. ബൈ ഒമേഗ ആർ എന്ന് പറയുന്നത് എത്രയാണ്? 314 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 by 314. ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ ഇസ് 31.8 മില്ലി ഹെൻറി ആണ്. ഇത് നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഇതിൻ്റെ ആൻസർ കിട്ടുന്നത് ഹെൻറിയിലായിരിക്കും. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടും? 31.8 മില്ലി ഹെൻറി. ഓർ ഡയറക്റ്റ്ലി തന്നെ സോൾവ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by 2π ഇൻറ്റു 50 ഇൻറ്റു R അല്ലേ? ദാറ്റ് ഈസ് 5 ഇൻറ്റു Q ഈക്വൽ ടു 10. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.2 ഇൻറ്റു 1 by 2π നമുക്കറിയാം വാല്യൂ എത്രയാണ്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. 0.1591. ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ ട്വൈസ് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു റഫ്ലി അറൗണ്ട് 31.8 മില്ലി ഹെൻറി എന്ന് കിട്ടും. ഡയറക്റ്റ്ലി നമുക്ക് കിട്ടും. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അപ്പോൾ നമ്മൾ ഇതുവരെ നോക്കിയത് സീരീസ് റെസിസ്റ്റൻസിൻ്റെ കുറേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് സീരീസ് റെസിസ്റ്റൻസിൻ്റെ ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. ചെറിയ ടോപ്പിക്കാണ്, എന്നാൽ പോലും ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. അതിൽ നിന്ന് തന്നെ ഒരുപാട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഡിറൈവ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആ ഓരോ ഇക്വേഷൻസും ആ ഇക്വേഷൻസ് എങ്ങനെ വന്നു, അതിൻ്റെ തന്നെ ഓരോ വാല്യൂവിൻ്റെയും, അല്ലെങ്കിൽ ഇപ്പോൾ Q ഫാക്ടർ ആയിക്കോട്ടെ, ബാൻഡ് വിഡ്ത്ത് ആയിക്കോട്ടെ, റെസൊണൻസ് ഫ്രീക്വൻസി ആയിക്കോട്ടെ, വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ, വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ, frequency at which voltage is maximum, voltage across capacitor is maximum, inductor is maximum, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒരുപാട് ഇക്വേഷൻസ് ഈ ഒരു ചെറിയ ടോപ്പിക്കിൽ നിന്നുണ്ട്. നമ്മളിതെല്ലാം നമ്മൾ ഇനി അടുത്ത ഈ റെസൊണൻസിൻ്റെ അടുത്ത പോർഷനിൽ നമ്മളിത് ടാബ്ലേറ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇതുവരെയുള്ള പോർഷൻസ് നിങ്ങൾ കംപ്ലീറ്റ്ലി നോക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി നോക്കാനുള്ളത് പാരലൽ റെസൊണൻസ് ആണ്. അപ്പോൾ അതിനും ഇതേപോലത്തെ സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഉണ്ടാവും, ക്യാരേ ഉണ്ടാവും, അതുപോലെ തന്നെ പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.